രാഷ്ട്രീയത്തിൽ നാണവും മാനവും ഉളുപ്പും എന്നീ ത്രിഗുണങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഈ ദൃശ്യങ്ങൾ കണ്ടാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാർ തലയിൽ മുണ്ടിട്ട് നടക്കും. അതെ, രാഷ്ട്രീയമെന്നാൽ അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടി ആരുടെ കാലുനക്കാനും തയ്യാറാകുന്ന എച്ചിൽ കൊതിയന്മാരുടെ മാത്രം ഇടമല്ലെന്ന് തമിഴ്നാട് ഇന്ന് ഇന്ത്യക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എത്ര വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് വന്നാലും 1000 വട്ടം തലകുത്തി മറിഞ്ഞാലും കോൺഗ്രസിന് ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു വലിയ മനുഷ്യത്വത്തിൻ്റെ നിലപാടിൻ്റെ ഉയരമുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നട്ടെല്ലിൻ്റെയും വിശ്വസ്തതയുടെയും ഉയരമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തമിഴ്നാട്ടിൽ നമ്മൾ കണ്ട നാടകങ്ങൾ ഓരോന്നായി ഓർത്തു നോക്കുക. DMK എന്ന വലിയൊരു ആൽമരത്തിൻ്റെ തണലിൽ ഇത്രയും കാലം സുരക്ഷിതമായിരുന്ന കോൺഗ്രസ് എന്തു ചെയ്തു? തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദളപതി വിജയ്ക്ക് കേവല ഭൂരിപക്ഷമില്ല എന്ന് കണ്ട രാത്രി തന്നെ തങ്ങളെ ഇത്രയും കാലം വളർത്തിയ DMKയെ അവർ പിന്നിൽ നിന്ന് കുത്തി. മന്ത്രിസഭയിൽ എങ്ങനെയെങ്കിലും കയറിപ്പറ്റാം, 1-2 വലിയ വകുപ്പുകൾ ചോദിച്ചു വാങ്ങാമെന്നുള്ള ഒരൊറ്റ അത്യാഗ്രഹത്തിൻ്റെ പുറത്ത് യാതൊരു ലജ്ജയുമില്ലാതെ അവർ ഇളപതി വിജയുടെ കാൽക്കീഴിൽ പോയി വീണു. പക്ഷേ അവിടെ കോൺഗ്രസ്സിന് എന്ത് കിട്ടി? കൂറുമാറി TVKയുടെ പാളയത്തിൽ ചെന്നിറങ്ങിയ കോൺഗ്രസ് നേതാക്കൾക്ക് യാതൊരുവിധ വിലയോ സ്വീകരണമോ അവിടെ ലഭിച്ചില്ല എന്നതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കാവ്യനിധി. ഒരു മന്ത്രിസ്ഥാനം പോയിട്ട് ഒരു മാന്യമായ പരിഗണന പോലും അവർക്ക് കൊടുക്കാൻ വിജയ് തയ്യാറായില്ല. കറിവേപ്പിലയുടെ വില പോലുമില്ലാതെ കോൺഗ്രസ് അവിടെ ഒറ്റപ്പെട്ടു. അക്ഷരാർത്ഥത്തിൽ നാണം കെട്ട് തൊലിയുരിഞ്ഞ് ഇങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദേശീയ പാർട്ടി. എന്നാൽ ഇതിന് നേർ വിപരീതമായ മറ്റൊരു ചിത്രമുണ്ട്. അതാരും കൊതിക്കുന്ന അധികാരത്തിൻ്റെ ഓഫറുകൾ മുന്നിൽ വന്നിട്ടും തങ്ങളുടെ മുന്നണി പരാജയം മുന്നിൽ കണ്ടിട്ടും കൂറുമാറാൻ തയ്യാറാകാതിരുന്ന ഇടതുപക്ഷത്തിൻ്റെ ചിത്രമാണ്. അധികാരത്തിൻ്റെ ഒരു പദവിയും ഞങ്ങൾക്ക് വേണ്ട എന്ന് അവർ അധികാര കൊതിയന്മാരുടെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞു. MK സ്റ്റാലിൻ എന്ന അതികായകനായ നേതാവിന് ഇന്ത്യയിൽ മറ്റാരെക്കാളും കമ്മ്യൂണിസ്റ്റുകാരെ കണ്ണടച്ച വിശ്വാസമാണ്. ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ അവർ കൂടെ നിൽക്കുമെന്ന് സ്റ്റാലിന് ഉറപ്പുണ്ടായിരുന്നു. വർഗീയ ശക്തികളെ തടയാൻ പുറത്തുനിന്ന് പിന്തുണയ്ക്കുക എന്ന സ്റ്റാലിൻ്റെ തീരുമാനത്തെ കൈ നീട്ടി സ്വീകരിക്കുകയാണ് ഇടതുപക്ഷം ചെയ്തത്. ഒരു കാലത്തും തകരാത്ത ആ രാഷ്ട്രീയ വിശ്വാസമാണ് അവർ കാത്തു സൂക്ഷിച്ചത്. ഇവിടെയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് കിടക്കുന്നത്. ഈ ഇടതുപക്ഷത്തിന് സ്റ്റാലിനോടാണ് ഏറ്റവും കൂടുതൽ കൂറുള്ളത് എന്ന് ദളപതി വിജയ്ക്കും വ്യക്തമായി അറിയാം. താൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നാലും മന്ത്രിസഭയ്ക്ക് പുറത്തു നിൽക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാർ വഴി സ്റ്റാലിൻ തന്നെ പരോക്ഷമായി നിയന്ത്രിക്കുമെന്നും വിജയ്ക്കറിയാം. എന്നിട്ടും സ്വന്തം പാർട്ടി ഓഫീസുകൾക്ക് പുറത്ത് മുഖ്യമന്ത്രിയാകാൻ പോകുന്ന വിജയ് ആദ്യമായി സന്ദർശിച്ചത് CPMൻ്റെയും CPIയുടെയും ഓഫീസുകളാണ്. എന്തുകൊണ്ടാണത്? കോൺഗ്രസിനെ പോലെ സ്വന്തം മുന്നണി വിട്ടു വന്നവരെ വിജയ് മൈൻഡ് ചെയ്യാതിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റാലിൻ്റെ സ്വന്തം ആളുകളായ ഇടതുപക്ഷത്തെ വിജയ് ഇത്രത്തോളം ബഹുമാനിക്കുന്നത്? അതിനുള്ള ഉത്തരം ഒന്നു മാത്രമാണ്: ഇടതുപക്ഷം ചതിക്കില്ല എന്ന ഉറപ്പ്. തനിക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത ഈ നിർണായക സമയത്ത് തന്നെ വിശ്വസിപ്പിച്ച് കൂടെ നിർത്തിയിട്ട് പിന്നീട് പിന്നിൽ നിന്ന് കുത്താൻ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാകില്ല എന്ന് വിജയ്ക്ക് 100% ഉറപ്പുണ്ട്. കോൺഗ്രസിനെ പോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വിലപേശാൻ അവർ വരില്ലെന്നും പറഞ്ഞ വാക്കിന് അവർക്ക് വിലയുണ്ടെന്നും വിജയ്ക്കറിയാം. പദവികൾ മോഹിച്ചു വന്നവരെക്കാൾ നിലപാടുകൾ മുറുകെ പിടിക്കുന്നവരെ വിജയ് വിശ്വസിക്കുന്നു. ശത്രുക്കൾക്ക് പോലും അവരോട് ബഹുമാനം തോന്നുന്നത് ഈ നട്ടെല്ലുള്ളത് കൊണ്ടാണ്. ഇനി ഇതിനിടയിൽ ഭരണമുണ്ടാക്കാൻ വീരവാദം മുഴക്കി വന്ന BJPയോ ഒറ്റ സീറ്റിലൊതുങ്ങി അവരുടെ സകല അഹങ്കാരവും തമിഴ് മണ്ണിൽ തകർന്നടിഞ്ഞു. ഈ പറഞ്ഞതൊന്നും വെറുമൊരു കഥയല്ല. ഈ വാക്കുകളെ അക്ഷരം പ്രതി ശരിവയ്ക്കുന്ന കോൺഗ്രസിനെയും BJPയെയും ഒരുപോലെ നാണം കെടുത്തുന്ന ഒരു കാഴ്ച ഇപ്പോൾ ചെന്നൈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുണ്ട്. അധികാരം കൈവിട്ടുപോയ BJPയുടെ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ആസ്ഥാന മന്ദിരമായ കമലാലയവും അതിന് തൊട്ടടുത്ത് വെറുമൊരു മതിലിനപ്പുറമുള്ള CPM ഓഫീസും. ഒന്നിൽ തോറ്റു തുന്നം പാടിയവരുടെ ശവപ്പറമ്പിന് സമാനമായ നിശബ്ദതയാണെങ്കിൽ മറ്റൊന്നിൽ തമിഴ്നാടിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കാൻ പോകുന്ന കിങ് മേക്കർമാരുടെ രാജകീയ ഗാംഭീര്യമാണ്. കോൺഗ്രസ്സുകാർ കണ്ടു പഠിക്കേണ്ട, ആരെയും അമ്പരപ്പിക്കുന്ന റിപ്പോർട്ടർ TVയുടെ ആ ഗ്രൗണ്ട് റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. അധികാരത്തിൻ്റെ യഥാർത്ഥ കേന്ദ്രം എവിടെയാണെന്ന് വിളിച്ചു പറയുന്ന രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആ വൈരുദ്ധ്യത്തിൻ്റെ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. കേരളത്തിൽ അത്ര പരിചിതമല്ലാത്ത കൗതുകമുള്ള ഒരു കാഴ്ചയുണ്ട് ഇങ്ങ് തമിഴ്നാട്ടിൽ. എനിക്ക് പുറകിൽ കാണുന്നതാണ് BJPയുടെ സംസ്ഥാന കാര്യാലയം. കമലാലയം എന്നാണ് പേര്. ഇവിടെ ഈ കമലാലയത്തിന് ഒരു മതിലിനപ്പുറം CPMൻ്റെ ഓഫീസാണ്. അതായത് ഏതാണ്ട് മീറ്ററുകൾ മാത്രം അപ്പുറമാണ് CPMൻ്റെ സംസ്ഥാന ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. നിലവിലിപ്പോൾ ഈ BJPയുടെ ഓഫീസ് ശാന്തമാണ്. കാരണം നിലവിലിപ്പോൾ ഒരു MLA മാത്രമാണ്
തമിഴ്നാട്ടിൽ വിജയിപ്പിക്കാൻ BJP ക്ക് കഴിഞ്ഞത്. ഭോജരാജൻ എന്ന MLA ഊട്ടിയിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ച് കയറുകയും ചെയ്തത്. അതിനാൽ തന്നെ പ്രത്യേകിച്ചൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ BJP ക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോൾ ADMK-യുടെ കൂടെ സഖ്യമായി ചേർന്നാണ് BJP മത്സരിക്കുകയും അങ്ങനെ ഒരു സീറ്റ് ലഭിക്കുകയും ചെയ്തത്. അതേസമയം CPM-ന്റെ ഓഫീസിലെ സ്ഥിതി കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഈ BJP-യുടെ ഓഫീസിൽ നിന്ന് ഏതാണ്ട് ഒരു 10-20 മീറ്ററുകൾക്കപ്പുറമാണ് CPM-ന്റെ ഓഫീസുള്ളത്, സംസ്ഥാന ഓഫീസുള്ളത്, സ്റ്റേറ്റ് ഓഫീസുള്ളത്. അവിടെ നിലവിൽ ഇപ്പോൾ വലിയ തിരക്കാണ് എന്നുള്ളതാണ് പ്രത്യേകത. കാരണം CPM-ന്റെ നിലപാട് TVK-യുടെ സർക്കാർ രൂപീകരണത്തിൽ ഏറെ നിർണായകമാകുന്നു എന്നുള്ളതാണ്. അതായത് CPM-ന്റെ 2 സീറ്റുകൾ അത് ഈ TVK-ക്ക് ലഭിക്കുകയാണെങ്കിൽ, CPI-യുടെ സീറ്റ് ലഭിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ VCK-യുടെ സീറ്റ് ലഭിക്കുകയാണെങ്കിൽ ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കാൻ വിജയ്ക്ക് കഴിയും, TVK-ക്ക് കഴിയും. ഇതാ നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു 10-20 മീറ്റർ മാത്രമാണ് സഞ്ചരിച്ചത്. അവിടെ ഇപ്പോൾ നമുക്ക് CPM-ന്റെ ഓഫീസ് കാണുകയും ചെയ്യാം. മുൻപൊരിക്കലും ഇല്ലാത്ത വിധം വലിയ ആൾക്കൂട്ടം നമുക്ക് ഈ ഓഫീസിൽ കാണാം എന്നുള്ളതാണ് പ്രത്യേകത. മുൻപൊരിക്കലും ഈ രീതിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി മാധ്യമപ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതായത് എന്താണ് CPM-ന്റെ തീരുമാനം എന്നറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും ചെയ്യുന്നുണ്ട്. അതായത് വലിയ രീതിയിൽ ഒരാൾക്കൂട്ടം ഇവിടെയുണ്ട്. എന്തായാലും ഒരു ശ്രദ്ധാകേന്ദ്രമായി CPM-ന്റെ ഓഫീസ് മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപെങ്ങുമില്ലാത്ത വിധമാണ് ഈ 2 സീറ്റുകൾ. അത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ നമ്പറാണ്. പക്ഷേ TVK-ക്ക് ഈ 2 നമ്പർ എന്നുള്ളത് വളരെ നിർണായകമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.